നമ്മളിപ്പോൾ കർഷകരിപ്പോൾ ഇതിനകത്ത് പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം സാമ്പത്തികമായിട്ട് ലാഭമില്ല എന്നുള്ളത് പലർക്കും അറിയാം. കാരണം പ്രത്യേകിച്ച് ഓർഗാനിക് കർഷകർ, കേരളത്തിൽ യഥാർത്ഥ ഓർഗാനിക് കർഷകരെ ഇപ്പോൾ അണ്ണനറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ലല്ലോ കേരളത്തിൽ. എത്ര കർഷകർ ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇതുകൊണ്ട് കാശുണ്ടാക്കി, പലപ്പോഴും ജീവിച്ചു പോകുന്നുണ്ടോ എന്നും പലപ്പോഴും വേറെ പല വരുമാനം ഉള്ളത് കൊണ്ട് തന്നെ ഇല്ലേ പലപ്പോഴും ആയിരിക്കും. അതണ്ണനും വളരെ വ്യക്തമായിട്ട് അറിയുന്നതായിരിക്കും. പക്ഷേ എന്നിട്ടും ഓർഗാനിക് കർഷകർ ഇതിൻ്റെ അകത്തുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും പുതിയ തലമുറ ഇതിൻ്റെ അകത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ പല ആളുകൾ ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇതിൻ്റെ അകത്ത് ഒരു ആനന്ദമുണ്ട് എന്നുള്ളത്. ഇപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകന് കിട്ടുന്ന ഒരു ആനന്ദം വേറൊരാൾക്ക് കിട്ടില്ല. കാരണം നമ്മളിപ്പോൾ 100 രൂപയുടെ ഒരു സാധനം നമ്മളത് ചിലവാക്കി 90 രൂപ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും അതിന് രോഗമൊന്നും വന്നിട്ടില്ല, നല്ല വിളവാണ്, ഒന്നും വേണ്ട, 4 ആളുകൾ ഇത് കാണാൻ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഒരു സന്തോഷം വേറൊരു ബിസിനസ് ഫീൽഡിലും കിട്ടില്ല. ഇനി അതിന് മുകളിൽ 10 രൂപ ലാഭം കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ കർഷകനുണ്ടാവുന്നത് പലപ്പോഴും ഓർഗാനിക് കർഷകരെയൊക്കെ പലപ്പോഴും കാണുമ്പോൾ നമുക്കറിയാം. കാരണം ഓർഗാനിക് സാധനങ്ങൾക്ക് പലപ്പോഴും വില കൂടും. കാരണം അവൻ ചെയ്യുന്ന പലപ്പോഴും ഉൽപ്പാദനം മാത്രമായിരിക്കില്ല, ന്യൂട്രീഷ്യൻസ് ആയ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അത്രയും ന്യൂട്രീഷ്യൻസ് ആയ പ്രൊഡക്റ്റുകൾക്ക് ഉണ്ടാവുന്ന അത്രയും വിലയൊന്നും ചിലപ്പോൾ അതിനുണ്ടാവില്ല. പക്ഷെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിലുള്ള സാധനമായിട്ടാണ് ഇവർ താരതമ്യപ്പെടുത്തുക. അപ്പോൾ അതുമായിട്ട് നോക്കുമ്പോൾ വളരെ വില കൂടുതലായിരിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഓർഗാനിക് കർഷകനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ലാഭകരമല്ല എന്നുള്ളത് വളരെ വസ്തുതമായ സത്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ മക്കളെ തന്നെയെങ്കിലും നമുക്ക് കൃഷിയിലേക്ക് ഇറക്കണം എന്നുള്ള ആഗ്രഹം വരുന്ന സമയത്ത് നമുക്ക് പോലും അത് ഇറക്കാൻ പറ്റാത്തതിൻ്റെ പലപ്പോഴുള്ള കാരണം ഇത് ലാഭകരമല്ല, ഇത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇന്നത്തെ സമൂഹത്തിൻ്റെ വലിയൊരു നിലയിലേക്കൊന്നും പോയില്ലെങ്കിലും സാധാരണ ലെവലിലേക്ക് തന്നെയെങ്കിലും നമ്മുടെ മക്കൾക്ക് തന്നെയെങ്കിലും വളരണം എന്ന് എല്ലാവരും ആഗ്രഹിക്കും. കാരണം പ്രത്യേകിച്ചും ഓർഗാനിക് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾക്കും കൂടി വേണ്ടിയിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത്. അന്ന് നേരത്തെ പറഞ്ഞ പോലെ ഡീജനറേഷനെ പറ്റി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്ന ഓർഗാനിക് കർഷകരാണ്. അതുകൊണ്ടാണ് അവരുടെ മക്കൾക്കും കൂടി വേണ്ടിയിട്ടാണ് അവർ കൃഷി. അപ്പോൾ അവരുടെ മക്കൾ വളരെ ആനന്ദത്തോടു കൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ശരിക്കും ഓർഗാനിക് കർഷകരായിരിക്കും ബാക്കിയുള്ളവരെക്കാളും. ബാക്കിയുള്ളവരെല്ലാം കുറേ സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ 4-5 സ്ഥലംപുറത്തേക്ക് അല്ലെങ്കിൽ വലിയ കാറുണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയ ഓസ്ട്രേലിയയിൽ അവിടുന്ന് ഇവിടുന്ന് വലിയ ഡോളറോ സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ വളരെ സുഖമായിട്ട് ജീവിക്കുക, അല്ലെ അവരുടെ ജനറേഷൻ നല്ലോണം സംഭവിക്കുന്നത്. നമ്മളതല്ല, നമ്മൾ അവരുടെ ആരോഗ്യം, മാനസികാരോഗ്യവും നല്ലോണം പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ചിന്തിക്കുന്ന കർഷകർക്ക് പോലും അവരെ മക്കളെ കൃഷിയിലേക്ക് ഇറക്കാൻ പറ്റാത്തത് ഇത് ലാഭകരമല്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ല, അതിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ നിലനിൽക്കുന്നൊരു സംവിധാനത്തിന്റെ കുഴപ്പമാണ്. അതാണ് വിദ്യാഭ്യാസം മുതൽക്കുള്ള കാര്യങ്ങളിൽ ആ സംവിധാനം പരാജയപ്പെട്ടുകൊണ്ടാണ്. അല്ല, അതാണ് അണ്ണൻ പറഞ്ഞത് നേരത്തെ, നമ്മളെന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ കൂടുതൽ ഇപ്പോൾ അണ്ണൻ നേരത്തെ പറഞ്ഞില്ലേ, 98% ആളുകളും 2% ഓർഗാനിക് കർഷകരും 98% ആളുകളും പുറത്താണ്. ഈ 98%നും അറിയാം ഈ ചെയ്യുന്നത് നല്ലതാണ്, നമുക്ക് നാളെ ഗുണകരമാണ്. എന്തുകൊണ്ട് 98% വരുന്നില്ല എന്നുള്ളതിൻ്റെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ഇപ്പോൾ അവരെ നമ്മൾ കുറ്റം ഒരു പ്രശ്നം ചർച്ച ചെയ്യാന്നല്ലാണ്ട് നമ്മൾ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ വേണ്ടിയാണല്ലോ. അവിടെയാണ് അണ്ണനെപ്പോലുള്ള ആളുകളുടെ വാക്കിൻ്റെ പ്രസക്തി വരുന്നത്. അല്ല, അവർ വരണമെന്നുണ്ടെങ്കിൽ ആദായകരമാകണം. അതെ, ആദായകരമാകണം. അവർ അന്തസ്സോട് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന സാമ്പത്തിക വരുമാനം ഉണ്ടാവണം, സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാകണം. കാരണം ഇവന് 60 വയസ്സ് കഴിഞ്ഞ് ജീവിക്കാൻ എഴുന്നേറ്റ് നടന്ന് പറമ്പിൽ പണിയെടുക്കാൻ മേലാത്ത കാലത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെൻഷൻ സ്കീം വേണ്ടേ? വേണം. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ആകർഷണം എന്താ? ശമ്പളം മാത്രമല്ല, ശമ്പളത്തിൻ്റെ സുരക്ഷിതത്വം ഒന്ന്. ഈ പെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം എനിക്കൊരു കാലത്ത് മേലാതെ വന്നാൽ ഗവൺമെൻറ് ഇന്ന് ഒരു ചെറിയ തുക അല്ലെങ്കിൽ നല്ല തുക ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള അതല്ലേ ഇത് കർഷകന് വേണ്ടതെന്നാണ് നമ്മൾ ചോദിക്കണത്. ഇത് കർഷകന് നേടിക്കൊടുക്കേണ്ടതാണെന്ന് മുഴുവൻ ജനവും പറയണ്ടേ. അതിൽ കൂടുതൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഇപ്പോൾ വിദേശത്തൊക്കെ പോണ പല കുട്ടികളും പറയുന്നൊരു സാധനമാണ്, അവരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസം സർക്കാരുകൾ പലപ്പോഴും ഏറ്റെടുക്കുന്നു. അതുപോലെ അവർക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അതിനുള്ള സാധനം. അപ്പോൾ ഇതിനൊന്നും വേണ്ടി നമ്മൾ സംഭരിച്ച് വെക്കേണ്ട ആവശ്യമില്ല, നമുക്കുള്ളത് വെച്ച് സുഖമായിട്ട് ജീവിക്കുക. നമ്മൾ പലപ്പോഴും രോഗം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസിന് കൊടുക്കുന്ന പൈസ പോലില്ല. 25,000, 30,000, 50,000 രൂപയ്ക്കാണ് ഒരു വർഷം ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു 10% തന്നെയെങ്കിലും ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു അവബോധത്തിലേക്ക് ജനങ്ങൾ എത്തണം. ഇപ്പോൾ വിദേശത്ത് പോണ പല ആളുകളും പല മക്കളും പറയുന്ന ഒരു സാധനം കൃഷി എല്ലാവരും ചെയ്യണമെന്നില്ല. ഇത് പറയുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ മാതിരി ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളെ കുറേ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ സാമൂഹ്യ ഉത്തരവാദിത്വം ആയിട്ട് പറയുന്ന നേരം സമൂഹം അത് ഏറ്റെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആരാണ് കർഷകൻ എന്നുള്ള ഒരു മാനദണ്ഡത്തിൽ അവൻ കൃഷി ചെയ്യണമെന്നില്ല.
കർഷക പക്ഷത്ത് നിൽക്കണം. കർഷക പക്ഷത്ത് നിന്ന് സംസാരിക്കുക ചെയ്താൽ അവനെ കർഷകൻ്റെ കണത്തിൽപ്പെടുത്തിക്കൂടെ? കാരണം അവന് കർഷകന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അതാണ് മന്ത്രം പോലെ ഒരു ചിന്ത സമൂഹത്തിൽ മൊത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ പടരും. അത് നല്ല ചിന്തയായാലും ചീത്ത ചിന്തയായാലും. അപ്പം അത് കർഷക പക്ഷത്ത് നിൽക്കുന്ന സകലരും കൃഷി ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ ജൈവ കൃഷിയാണ് വേണ്ടത്, കർഷകന് പെൻഷൻ വേണം, ബോണസ് കൊടുക്കണം, അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് പറയുന്ന എല്ലാവരും കർഷകരായിട്ട് പരിഗണിക്കപ്പെടണ്ടേ? കാരണം അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അവരുടെ ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ കൃഷിയിലേക്ക് വരാൻ പറ്റില്ലെന്ന് വരും. പക്ഷേ അവൻ്റെ മനസ്സിൽ അവൻ കർഷക പക്ഷത്താണെങ്കിൽ അവരെല്ലാവരും തന്നെ ഇതാണ് വേണ്ടതെന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ഈ 98% കുറഞ്ഞതൊരു 80% അത് പറയാം. ബാക്കി ബുദ്ധിയും ബോധം ഇല്ലാത്ത ഒരു 20% കളയെന്ന് വിചാരിക്കാം. ബാക്കി ഒരു 80% ഇത് 100% ന്യായമാണ്. ഈ 100% ന്യായമായ കാര്യം ഇവർ പറയുക, അവരുടെ മൊബൈൽ ഉപയോഗിച്ച് ഗവൺമെൻറ്റിലേക്ക് അറിയിക്കുക. ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് കൊടുക്കാം, കർഷകന് പെൻഷൻ കൊടുക്കണം, ബോണസ് കൊടുക്കണം, അവൻ്റെ ഉൽപ്പാദന ചെലവ് കണക്കാക്കി ഒരു 50% കൂടി ഇട്ട് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവനെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ തലത്തിലേക്ക് കർഷകരെ ഉയർത്തണം. എത്ര തൊഴിലവസരം വരിക? വേറെ ഒരു മേഖലയ്ക്ക്, ഒരു ഇൻഡസ്ട്രിക്കും കൊടുക്കാത്തത്രയും തൊഴിലവസരങ്ങളുണ്ടാകില്ലേ ഇവിടെ? അല്ല, ഇത് അണ്ണൻ പറഞ്ഞതുപോലെ ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും സമൂഹവും ഗവൺമെൻറ് ഇത്തരം സാധനം കർഷകർക്ക് വേണമെന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം 8 മണിക്കൂർ അധ്വാനിക്കുന്ന കർഷകൻ 16 മണിക്കൂർ സുഖമായിട്ട് യാതൊരു പ്രശ്നമില്ലാണ്ട് അധ്വാനിക്കും. കാരണം അത്രത്തോളം എനർജറ്റിക് ആയിരിക്കും ആ വാക്ക്. അതെ, ഒരു ഗവൺമെൻറ് ഫാർമർ, കർഷകനാണ് പ്രഥമ പ്രജ, കർഷകനെ പ്രഥമ പ്രജയായിട്ട് ഞങ്ങൾ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി ഒരു ഡിക്ലറേഷൻ മാത്രം മതി. ഇത് നടപ്പിലായില്ലെങ്കിൽ പോലും പ്രധാനമന്ത്രിയുടെ ഒരു വാക്ക്, കർഷകനാണ് പ്രഥമ പ്രജ, ഒരു പ്രധാനമന്ത്രി ഡിക്ലെയർ ചെയ്യുന്നു. ഞങ്ങളുടെ അജണ്ട അതാണെന്ന് ഏത് പാർട്ടിയുടെ ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാലും ജനം അവരുടെ പക്ഷത്തായിരിക്കും, കർഷകൻ അവരുടെ പക്ഷത്തായിരിക്കില്ലേ? പാർട്ടി നോക്കണില്ലല്ലോ കർഷകൻ, അത് നോക്കണില്ല.